കേരള സ്റ്റോറി വിവാദം കത്തി നിൽക്കുമ്പോൾ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിക്കാനൊരുങ്ങി എറണാകുളം അങ്കമാലി അതിരൂപത. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് മണിപ്പൂർ സ്റ്റോറിയായി പ്രദർശിപ്പിക്കുന്നത്. എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, മണിപ്പൂർ സ്റ്റോറി എന്താണ് പറയുന്നത്? നേരത്തെ ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു. അത് വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിരുന്നു. അതിന് പിന്നാലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു ചില രൂപതകൾ കൂടി രംഗത്ത് വരുന്ന, അതായത് രൂപതയ്ക്ക് കീഴിലെ പള്ളികളിലടക്കം ഇത് പ്രദർശിപ്പിക്കുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ പള്ളിയിൽ, സാൻജോപുരം പള്ളിയിലാണ് ഇപ്പോൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മണിപ്പൂർ കലാപം വലിയ തോതിൽ തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററിയാണ്, ഒരു 10-15-20 മിനിറ്റോളം നീളുന്ന ഡോക്യുമെന്ററിയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇത് വിശ്വാസ പരിശീലനത്തിനായി പള്ളിയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പ്രദർശനം എന്നതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ സഭയ്ക്കകത്ത് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ ഉയർന്നു വന്നിരുന്നു. അതിനൊക്കെയുള്ളൊരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം നോക്കിക്കാണേണ്ടത്. എന്തായാലും മണിപ്പൂറുമായി ബന്ധപ്പെട്ട ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലൊക്കെ ക്രിസ്ത്യൻ ജനത എത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്, ദുരിതം താണ്ടുന്നുണ്ടെന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേരള സ്റ്റോറി ഒരിടത്ത് പ്രദർശിപ്പിക്കുമ്പോൾ അതിനുള്ള മറുപടി കൂടിയാണോ ഈ മണിപ്പൂർ സ്റ്റോറി പ്രദർശനം? ആ നിലയിൽ തന്നെ കാണാം. കാരണം ഈ സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഉള്ള ഒരു പള്ളിയിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. സാൻജോപുരം പള്ളിയിലാണ് പ്രദർശിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയം സൂചിപ്പിച്ചതുപോലെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലടക്കം ഉണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് KCBC അടക്കം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇത് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു, അവിടുത്തെ മണിപ്പൂർ സർക്കാർ പരാജയപ്പെട്ടു എന്നും, മാത്രമല്ല കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ല എന്നടക്കമുള്ള കാര്യങ്ങളും അന്ന് സഭ വലിയ തന്നെ ചർച്ചയാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേരള സ്റ്റോറി ഒരു വശത്ത് പ്രദർശിപ്പിക്കുമ്പോൾ അതിന് ഒരു മറുപടി എന്ന നിലയിൽ കൂടി തന്നെയാണ് ഈ സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ പള്ളിയിൽ ഇത് പ്രദർശിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രദർശനം ഇപ്പോഴും നടക്കുകയാണ്.